Today we discuss about cardinal utility and ordinal utility. Theory of consumer behavior can explain through two approaches, cardinal approach and ordinal approach. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് അപ്രോച്ചസ് എടുക്കാം. ഒന്നില്ലെങ്കിൽ കാർഡിനൽ അപ്രോച്ച് അല്ലെങ്കിൽ ഓർഡിനൽ അപ്രോച്ച്. എന്താണ് കാർഡിനൽ അപ്രോച്ച്, എന്താണ് ഓർഡിനൽ അപ്രോച്ച്, നമുക്കൊരു കമ്പാരിസൺ പോലെ നോക്കാം. എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി, അതുപോലെ തന്നെ എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ യൂട്ടിലിറ്റി, ഇറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് the satisfaction level after consuming a good or service can be scaled in terms of countable numbers. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാം. സാറ്റിസ്ഫാക്ഷൻ ലെവലിന് ഒരു ഗുഡോ അല്ലെങ്കിൽ സർവീസോ കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവലിന് ഒരു കൗണ്ടബിൾ നമ്പറിൽ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, ഗുഡ്സ് ഓർ സർവീസ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമുക്കൊരു പ്രിഫറൻസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് ആയിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ ഓർഡിനൽ യൂട്ടിലിറ്റി എന്നും പറയാം. ഇപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലായി കാണും. ഡെഫിനിഷൻ്റെ ബേസിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത്. കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെഷർമെൻറ്റ്, യൂട്ടിലിറ്റിയുടെ മെഷർമെൻറ്റ് നമ്പറായിട്ടായിരിക്കും. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യൂട്ടിലിറ്റിയുടെ മെഷർമെൻറ്റ് പ്രിഫറൻസ് ആയിട്ടായിരിക്കും. രണ്ടാമത്തെ കേസ് മെഷർമെൻ്റ് ആണ്. യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നത് യൂട്ടിൽസ് എന്ന് പറയുന്ന ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ്. യൂട്ടിൽസിലാണ് നമ്മൾ യൂട്ടിലിറ്റിയുടെ മെഷർമെൻറ്റ് പറയാം. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂട്ടിൽസ് എന്നാണ്. നമ്മളിപ്പോൾ വെയിറ്റ് കാണിക്കാനായിട്ട് കെ ജി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതേപോലെ ലിറ്റർ, കെ ജി എന്നൊക്കെ പറയുന്നത് പോലുള്ള യൂണിറ്റ്, യൂട്ടിലിറ്റി മെഷർമെൻറ്റിൻ്റെ യൂണിറ്റാണ് യൂട്ടിൽസ്. അതേപോലെ ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ യൂട്ടിലിറ്റി ഈസ് റാങ്ക്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ സാറ്റിസ്ഫാക്ഷൻ്റെ ബേസിൽ നമുക്ക് യൂട്ടിലിറ്റി റാങ്ക് ചെയ്യുന്നതാണ് ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ മെഷർമെൻറ്റ്. തേർഡ് വൺ, റിയലിസ്റ്റിക്. കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ലെസ് പ്രാക്ടിക്കലാണ്. നമുക്ക് അത്രയധികം പ്രാക്ടിക്കലാക്കാനായിട്ട് സാധിക്കില്ല. നമ്പറായിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ലെസ് പ്രാക്ടിക്കലാണ്. ഓർഡിനൽ യൂട്ടിലിറ്റി നമുക്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കലാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സെൻസിബിളാണ്. നമുക്ക് റാങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസിയാണ് അല്ലേ. നമുക്ക് കുറച്ച് കമ്മോഡിറ്റീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള കമ്മോഡിറ്റി, ഏതാണ് ഗുഡ് ആയിട്ടുള്ള കമ്മോഡിറ്റി എന്ന് പറയുന്നത് നമ്പറായിട്ട് മെഷർ ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓർഡർ ഓഫ് പ്രിഫറൻസ്. ഏതാണ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ എന്നുള്ളതാണ് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളത്. അപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി മോർ പ്രാക്ടിക്കലാണ്, അതുപോലെ തന്നെ സെൻസിബിളാണ്. ലാസ്റ്റ് കമ്പാരിസൺ യൂസ്ഡ് ബൈ. കാർഡിനൽ യൂട്ടിലിറ്റി അപ്ലൈ ചെയ്തിട്ടുള്ളത് ആൽഫ്രഡ് മാർഷലാണ്. അതുപോലെ തന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്ലൈ ചെയ്തിട്ടുള്ളത് പ്രൊഫസർ JR ഹിഗ്സ് ആണ്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി ആൽഫ്രഡ് മാർഷൽ, ഓർഡിനൽ യൂട്ടിലിറ്റി JR ഹിഗ്സ്. ഇനി നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റിയുടെ ഒരു ഗ്രാഫ് കാണാം. കാർഡിനൽ യൂട്ടിലിറ്റിയുടെ മെഷർമെൻറ്റ് ഇങ്ങനെയായിരിക്കും. നമുക്ക് പ്രൈസ് അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഈ സൈഡിൽ നമ്മൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. എക്സ് ആക്സിസിലെ നമ്പർ ഓഫ് യൂണിറ്റ്സും വൈ ആക്സിസിലെ പ്രൈസ് അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി. 1 യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി 10 ആണ്. 2 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി 9. അതുപോലെ തന്നെ നമ്മൾ ഓരോ യൂണിറ്റിൻ്റെയും കൊടുത്തിട്ടുണ്ട്, ഈക്വലൻ്റ് ആയിട്ടുള്ള മാർജിനൽ യൂട്ടിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ വെച്ചുകൊണ്ടാണ് മാർജിനൽ യൂട്ടിലിറ്റി ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാർഡിനൽ യൂട്ടിലിറ്റി കാണിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഡയഗ്രാം വരച്ചിരിക്കുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഓർഡിനൽ യൂട്ടിലിറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫിഗറാണ്. അതിൽ നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഗുഡ്സ് തന്നെയാണ്. ഗുഡ് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തു, ഗുഡ് വൈ ആക്സിസിൽ മാർക്ക് ചെയ്തു. ഈ ഒരു ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ കണ്ടു, നേരത്തെ നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത് വാല്യൂസ് ആണ്, നമ്പേഴ്സ് ആണ്. യൂട്ടിലിറ്റി കാണിക്കുന്ന നമ്പേഴ്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഓർഡർ ഓഫ് പ്രിഫറൻസ് ആണ് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓർഡർ ഓഫ് പ്രിഫറൻസ് കാണിക്കാനാണ് ഇൻഡിഫറൻസ് കർവുകൾ നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. I1, I2, I3 എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഓർഡർ ഇൻഡിഫറൻസ് കർവ്, സെക്കൻഡ് ഓർഡർ ഇൻഡിഫറൻസ് കർവ്, തേർഡ് ഓർഡർ ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ നമുക്കറിയാം ഈ I1 എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ ഇൻഡിഫറൻസ് കർവിനേക്കാൾ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിരിക്കും സെക്കൻഡ് ഓർഡർ ഓഫ് ഇൻഡിഫറൻസ് കർവ്. അതിനേക്കാൾ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിരിക്കും തേർഡ് ലെവൽ ഓഫ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഓർഡിനൽ യൂട്ടിലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൽ കാർഡിനൽ യൂട്ടിലിറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓർഡിനൽ യൂട്ടിലിറ്റി ഇൻഡിഫറൻസ് കർവ് വെച്ചുകൊണ്ടാണ് അതിൻ്റെ ഫിഗർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്.
അപ്പോൾ കാര്യം മനസ്സിലാക്കി വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം കുറച്ച് പോയിന്റ്സ് ആയിട്ട് നമ്മൾ കണ്ടു. രണ്ടിൻ്റെയും മീനിങ്ങിലുള്ള ഡിഫറൻസ് കണ്ടു. അതുപോലെ തന്നെ മെഷർമെൻറ്റ് എങ്ങനെയാണ്, കാർഡിനൽ യൂട്ടിലിറ്റിയിലെ യൂട്ടിൽസ് ആണ്. അതുപോലെ തന്നെ ഓർഡിനലിൽ അതിൻ്റെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ റാങ്ക് ചെയ്യുകയാണ് ചെയ്യുക. കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂട്ടിലിറ്റി മെത്തേഡ് ഓർഡിനലാണ്. അതുപോലെ തന്നെ ആരാണ് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.